നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരടക്കമുള്ള പ്രവാസികൾക്ക് ആശ്വാസമേകുന്ന വാർത്തയാണ് കുവൈറ്റിൽ നിന്നും പുറത്തുവരുന്നത്. കുവൈറ്റിൽ വിമാന സർവീസുകൾ 2 ആഴ്ചയ്ക്കകം വിപുലപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്ത ദിവസം ചേരുന്ന കോവിഡ് എമർജൻസി കമ്മിറ്റി യോഗം സ്ഥിതി വിലയിരുത്തും. ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിലപാട് ഇതിൽ നിർണായകമാകും. നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരടക്കമുള്ള പ്രവാസികൾക്ക് ആശ്വാസമേകുന്നതാണ് കുവൈറ്റിന്റെ തീരുമാനം. പ്രതിദിന പരമാവധി യാത്രക്കാരുടെ എണ്ണം 10,000-ൽ പരിമിതപ്പെടുത്തിയതിനാൽ ഇപ്പോൾ ടിക്കറ്റുകൾക്ക് വൻ നിരക്കാണ് ഈടാക്കുന്നത്. രാജ്യത്തെ കോവിഡ് സാഹചര്യം മെച്ചപ്പെടുന്നതിനാൽ 2 ആഴ്ചയ്ക്ക് ശേഷം നിയന്ത്രണങ്ങൾ നീക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതിദിന കോവിഡ് കേസുകൾ 70-ൽ താഴെയായി കുറഞ്ഞിട്ടുണ്ട്. രോഗമുക്തി 170-ന് മുകളിലാണ്. 1-2 മരണം മാത്രമേ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. 1500-ൽ താഴെ ആക്റ്റീവ് കോവിഡ് കേസുകൾ മാത്രമേ കുവൈറ്റിൽ നിലവിലുള്ളൂ. അതേസമയം കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം കോവിഡിന് മുൻപുണ്ടായിരുന്നതിന്റെ പകുതിയിൽ പോലും എത്തിയിട്ടില്ല. ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ കൂടുതൽ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സർവീസിന് അനുമതി കാത്തിരിക്കുകയാണ് സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ്. നിലവിൽ പ്രതിദിനം 10,000 പേരാണ് കുവൈറ്റിൽ വിമാനമിറങ്ങുന്നത്. 40 വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് 2ാം ഘട്ടത്തിൽ 200 വിമാനങ്ങളിലായി പ്രതിദിനം 20,000 പേരെ എത്തിക്കാനാണ് നീക്കം. അപ്പോഴും പ്രവർത്തനം 60% പോലും തികയില്ല. 3ാം ഘട്ടത്തിൽ 300 വിമാനങ്ങളും 30,000 യാത്രക്കാരുമെന്ന ലക്ഷ്യം പ്രാദേശികമായും രാജ്യാന്തര തലത്തിലും കോവിഡുമായും ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ പരിഗണിച്ചുള്ളതുമാകും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.